മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് കട കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല, നമ്മളിന്ന് വന്നേക്കുന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ GCCയിലെ എല്ലാവരുടെയും തന്നെ ഒരു ദേശീയ ഭക്ഷണം വേണമെങ്കിൽ പറയാം, ബ്രോസ്റ്റഡ് ആണ്. എല്ലാ കടയിനേക്കാളും കൂടുതൽ ഒരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴി അറിയാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കടയുടെ ഉള്ളിൽ വിശേഷങ്ങൾ കാണാം. ഇവിടുത്തെ മെനു നിലവിലിപ്പോൾ ഒരു നമ്മൾ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ 12 റിയാലാണ് നിലവിൽ ഓഫർ. 31 മുതൽ 9 വരെ. ഞങ്ങൾ ജസ്റ്റ് ഈ റോഡിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ കണ്ട് കയറിയതാണ്. ഇവരുടെ ഓഫർ കണ്ടപ്പോൾ കയറിയതാണ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ച് കയറിയതാണ്. ഇതാണ് ഇവരുടെ ഇത് ഈ ആഡ് കണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. ഇവരുടെ ഐറ്റംസ് മെനു ആണ് ഈ കാണുന്നത്. അതായത് ചിക്കൻ ബ്രോസ്റ്റഡ് റെഗുലറും സ്പൈസിയും ഉണ്ട്. അതുപോലെ ചിക്കൻ ബർഗർ, അതുപോലെ ബീഫ് ബർഗർ ഉണ്ട്, ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, അതുപോലെ പിന്നെ പൊട്ടാറ്റോ ഫിഷിൻ്റെ ബ്രോസ്റ്റഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബ്രോസ്റ്റഡും അതുപോലെ സ്പൈസിയും അതുപോലെ ഒരു റെഗുലറും ഒരു സ്പൈസിയും ആണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരു ബർഗറും ചിക്കൻ ബർഗറും ഒരു ബീഫ് ബർഗറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്യൂസും ഉണ്ട് ഇവിടെ. അതുപോലെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ എല്ലാ സ്ഥലത്തും 15 റിയാൽ 17 റിയാലൊക്കെയാണ് ഒരു ബ്രോസ്റ്ററിൻ്റെ വില. അതിവിടെ 12 റിയാലിന് ഫ്രഷ് ചിക്കനിൽ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇത് ക്യാച്ച് ചെയ്യാൻ കാരണം. ഫ്രഷ് ചിക്കനാണ് അവർ ചെയ്യുന്നത് 12 റിയാലിന്. അത് ഓഫർ 9 വരെയാണ് ഓഫറുള്ളൂ. 9/1/2021 വരെയാണ് ഓഫറുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. അത് ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ടേസ്റ്റ് പറയാം. അപ്പോൾ നമ്മളിത് നിലവിൽ നമുക്ക് ഓർഡർ ചെയ്ത സാധനം വന്നു. അപ്പോൾ ഞാനും സാലിയും കൂടി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് സ്പൈസിയാണ്. ഫസ്റ്റ് സ്പൈസി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് നല്ല മസാലയൊക്കെ ശരിക്കും ഉള്ളി പിടിച്ചിട്ടില്ല. ടേസ്റ്റാണ് ചെയ്ത് നോക്കാം. മൈനസും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ. എന്താ സാലി അത്രയും ഡീപ് ഫ്രൈ ആയിട്ടുള്ളത്. ജ്യൂസ് കോക്ടെയിലിൻ്റെ ജ്യൂസാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്തത് കുഴപ്പമില്ല, നല്ല ജ്യൂസാണ്. ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. 9 വരെയാണ് ഇവരുടെ ഓഫർ ഉള്ളത്. 9 വരെയും ഫ്രഷ് ചിക്കനാണ് മെയിനായിട്ട്. കെച്ചപ്പും മയോണൈസും കൂട്ടി കഴിക്കാൻ. കെച്ചപ്പ് ഇവരുടെ ചമ്മന്തി പോലത്തെ കെച്ചപ്പാണ്. മുളക് ചമ്മന്തിയാണ്. സ്പൈസി ചമ്മന്തിയാണ്. ചുമന്ന മുളക് കൊണ്ട് റോസ്റ്ററിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ഭാഗമാണ് കാല്. ഒന്ന് ടേസ്റ്റ് ചെയ്തോളാം. അടിപൊളി. മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി, നന്നായിട്ട് ഫ്രൈ ആയി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വില കുറവാണെന്ന് വിചാരിച്ച് ഇവർ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത്
ഓയിലും ഒന്നും എല്ലാം അതിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല, അവരുടെ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലായത്. ബ്രോസ്റ്റഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ബർഗർ ഓർഡർ ചെയ്തേക്കുന്നത്. അതായത് ബർഗർ നിലവിൽ തണുത്ത് വീഴണം. നമ്മൾ ബർഗർ നമുക്ക് നോക്കാം എന്താ ബർഗറിൻ്റെ അവസ്ഥ. ബർഗർ അവർ ഫോയിൽ പേപ്പറിലൊക്കെ ചെയ്ത് ഇത് ഏതാ ബർഗർ എന്ന് അതിന് മുകളിൽ നോട്ട് ചെയ്തിട്ടില്ല, എന്നാലും നോക്കാം ഏതാണ്. ബർഗറിൽ സ്ലൈസ് ജുബിൻ വെച്ച് ചിക്കൻ ബർഗറാണ്. നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ചൂടും കേട്ടോ, ചൂട് പോയിട്ടില്ല, കഴിച്ചു വെക്കണം. വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും ജുബിൻ്റെ ടേസ്റ്റും കൂടുമ്പോൾ ടോട്ടലി നല്ലതാണ്. ഇത് സ്മോൾ ബർഗറാണ്. ഇതിന് 5 റിയാലാണ് അവർ ഈടാക്കുന്നത്. ഇതിൻ്റെ ബിഗ് ഉണ്ട്, ജംബോ ബർഗറിന് 8 റിയാലും. നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അക്രബിയിലാണ് ഇതിൻ്റെ ഷോപ്പ്. അക്രബിയിൽ 4th സ്ട്രീറ്റിലാണ്. എല്ലാവരും അക്രബിയിൽ വരുന്ന ആൾക്കാരും വന്ന് ടേസ്റ്റ് ചെയ്യണം. അതുപോലെ ഇവർക്ക് തൗസീലുണ്ട്, അതിന് ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്. ഹങ്ങർ സ്റ്റേഷനുണ്ട്. ഹങ്ങർ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ തരാം. അതൊരു ഹോം ഡെലിവറിയുടെ നമ്പർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാൻ താഴെ കാണുന്ന ഇതിനകത്തും ഡിസ്പ്ലേയിലും കാണിക്കാം. നല്ല ചൂടൻ കുബൂസാണ്. കുബൂസ് വെച്ച് ഒരു പിടുത്തം പിടിച്ച നല്ല ടേസ്റ്റാണ്. കുബൂസും കുറച്ച് മയോണൈസും അതെല്ലാം വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ വഴി പോയപ്പോൾ യാദൃച്ഛികമായി കണ്ട കടയാണ്. ഇവരെ ഫ്രഷ് ചിക്കനായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ മലയാളികളാണ് ഇത് പ്രൊപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ അവരെ പരിചയപ്പെടാം. നാട്ടിലെവിടെയാണ്? എത്ര നാളെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഒരു മാസം കഴിഞ്ഞു. ആൾക്കാരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഡെലിവറി തുക അങ്ങനെ ഫാമിലി ഉണ്ടെങ്കിൽ ഡെലിവറി വില കുറവും. അപ്പോൾ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.